ഇൻട്രോഡക്ടറി സ്റ്റാറ്റിസ്റ്റിക്സ്. ഈ പേപ്പറിലെ ഫസ്റ്റ് മോഡ്യൂളാണ് ഒഫീഷ്യൽ സ്റ്റാറ്റിസ്റ്റിക്സ്. സ്റ്റാറ്റ് എന്താണ്? അത് നമുക്ക് സ്റ്റാറ്റ് എന്താണെന്ന് പഠിക്കാം. സ്റ്റാറ്റിനെ കുറിച്ചൊരു ചെറിയൊരു ബേസിക് കാര്യമാണ്. സ്റ്റാറ്റ് എന്ന് വെച്ചാൽ ഒരു മാത്തമാറ്റിക്കൽ അനാലിസിസ് ആണ്. അതായത് നമ്മൾ എന്തെങ്കിലും ഒരു ഡാറ്റ യൂസ് ചെയ്തിട്ട് ഒരു ഗിവൺ സെറ്റ് ഓഫ് ഡാറ്റ വെച്ചിട്ട് നമ്മൾ ഒരു മാത്തമാറ്റിക്കൽ റെപ്രസെൻറ്റേഷൻ, അതായത് ഒന്നുകിൽ റിയൽ ലൈഫ് സ്റ്റഡി ആയിരിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സിനോപ്സിസ് ആയിരിക്കാം, എന്താ ആയിക്കോട്ടെ, അതിനെ ബേസ് ചെയ്തിട്ട് നമ്മളൊരു മാത്തമാറ്റിക്കൽ റെപ്രസെൻറ്റേഷൻ എന്ന് പറയാം. അതാണ് സിംപ്ലി നമുക്ക് സ്റ്റാറ്റി അല്ലെങ്കിൽ സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറയാം. അതിൽ തന്നെ നമുക്ക് പഠിക്കാനുള്ളത് സ്റ്റാറ്റിസ്റ്റിക്കൽ സിസ്റ്റം ഇൻ ഇന്ത്യയാണ്. അതായത് നമ്മളെ ഇന്ത്യയിൽ നിലനിൽക്കുന്ന സ്റ്റാറ്റിസ്റ്റിക്കൽ സിസ്റ്റം. ഇന്ത്യയിൽ സ്റ്റാറ്റിസ്റ്റിക്കൽ സിസ്റ്റം ആദ്യമായിട്ട് കൊണ്ടുവന്നത് ബ്രിട്ടീഷുകാരാണ്. അതായത് ബ്രിട്ടീഷ് അഡ്മിനിസ്ട്രേഷൻ്റെ ടൈമിൽ അവർ യൂസ് ചെയ്തിരുന്ന ഒരു സിസ്റ്റമാണ് സ്റ്റാറ്റി. സ്റ്റാറ്റി എന്ന് പറഞ്ഞാൽ നമ്മൾ മേജറായിട്ട് യൂസ് ചെയ്യുന്നത് എന്ന് വെച്ചാൽ അഗ്രികൾച്ചർ ഡിപ്പാർട്ട്മെൻറ്റിൽ, ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റിൽ, അല്ലെങ്കിൽ ഇൻഡസ്ട്രിയൽ ഡിപ്പാർട്ട്മെൻറ്റിൽ, ഇങ്ങനെയൊക്കെയാണ് നമ്മൾ മേജറായിട്ട് യൂസ് ചെയ്യുക. അതായത് നമ്മൾ ഇന്ത്യയിൽ ഒരുപാട് ലാർജ് സ്കെയിൽ ഓപ്പറേഷൻസ് ഉണ്ട്. അതായത് പോപ്പുലേഷൻ സെൻസസ്, എക്കോണമിക് സെൻസസ്, അഗ്രികൾച്ചറൽ സെൻസസ്, അതേപോലെ ഒരുപാട് സാമ്പിൾ സർവേസ് ഉണ്ട്. നാഷണലി നമ്മൾ ഒരുപാട് സാമ്പിൾ സർവേസ് എടുക്കുന്നുണ്ട് വർഷം തോറും. ഇതൊക്കെ നമ്മൾ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? സ്റ്റാറ്റി യൂസ് ചെയ്തിട്ടാണ്. അപ്പോൾ സ്റ്റാറ്റിനെ കുറിച്ചൊരു ബേസിക് ഐഡിയ നിങ്ങൾക്ക് എല്ലാവർക്കും കിട്ടിയിട്ടുണ്ടാവും വിചാരിക്കുന്നു. സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ് ഗവൺമെൻറ് ഓർഗനൈസേഷൻ. അതായത് സ്റ്റേറ്റ് ഗവൺമെൻറ്റും സെൻട്രൽ ഗവൺമെൻറ്റും എന്തൊക്കെ ഫങ്ഷൻസ് ആണ് ചെയ്യുന്നത്, അല്ലെങ്കിൽ അവരുടെ മേജർ ഫങ്ഷണാലിറ്റീസ് എന്തൊക്കെയാണ് ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ സിസ്റ്റത്തിൽ എന്നാണ് ഇതിൽ പറയുന്നത്. അതായത് ഇപ്പോൾ നമ്മുടെ ഇന്ത്യയിൽ ഒരുപാട് സ്റ്റാറ്റിസ്റ്റിക്കൽ ഓർഗനൈസേഷൻ ഉണ്ടാവും. അതിൽ നിന്ന് കിട്ടിയ നമ്പർ ഓഫ് വേരിയബിൾസ് ഉണ്ടാവും. നമ്മൾ കളക്ട് ചെയ്ത വേരിയബിൾസ് എല്ലാം ജനറേറ്റ് ചെയ്തൊരു ഡാറ്റ ഉണ്ടാവും. ഈ ഡാറ്റ എല്ലാം സൂക്ഷിച്ചു വയ്ക്കുന്നത് സ്റ്റേറ്റ് ഗവൺമെൻറ് ആണ്. ഈ കിട്ടിയ ഡാറ്റ നമ്മൾ സെൻട്രൽ ഗവൺമെൻറ്റിന് കൊടുക്കും. എന്നിട്ട് സെൻട്രൽ ഗവൺമെൻറ് അത് ഒരു കോർഡിനേറ്റിംഗ് ഏജൻസി ആയിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്. എന്തിനാന്ന് വെച്ചാൽ കിട്ടിയ ഡാറ്റ നമുക്ക് പ്രസൻറ്റ് ചെയ്യണമല്ലോ. സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ രൂപത്തിൽ നമുക്ക് പ്രസൻറ്റ് ചെയ്യണം. ഇന്ത്യയിൽ ഏതൊക്കെ ഫീൽഡിലാണോ എവിടേക്കാണോ ഇത് അയക്കേണ്ടത് അല്ലെങ്കിൽ കൊടുക്കേണ്ടതെന്ന് ഉള്ള ഡീറ്റെയിൽസ് എല്ലാം സെൻട്രൽ ഗവൺമെൻറ് കയ്യിലാണ്. അപ്പോൾ അതെല്ലാം സെൻട്രൽ ഗവൺമെൻറ് ആണ് നോക്കുന്നത്. പിന്നെ സ്റ്റേറ്റിനാണ് പ്രൈമറി അതോറിറ്റി ഉണ്ടാവുക. അതായത് കിട്ടിയ കളക്ഷൻ ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ റെസ്പോൺസിബിലിറ്റി എല്ലാം സ്റ്റേറ്റിൻ്റെ അണ്ടറിലാണ് ഉണ്ടാവുക. പിന്നെ അടുത്തത് നമുക്ക് നോക്കാനുള്ളത് ഫങ്ഷൻസ് ഓഫ് ദ സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസാണ്. അതായത് CSO അല്ലെങ്കിൽ സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസ് പറയും. അത് CSOൻ്റെ ഹെഡ് എന്ന് വെച്ചാൽ ഡയറക്ടർ ജനറൽ ആണ്. അതായത് അതിന് 4 മേജർ ഡിവിഷൻസ് ഉണ്ടാവും. നെയിംലി നാഷണൽ അക്കൗണ്ട് ഡിവിഷൻ, പിന്നെ ദ എക്കണോമിക് സ്റ്റാറ്റിസ്റ്റിക് ഡിവിഷൻ, പിന്നെ സോഷ്യൽ സ്റ്റാറ്റിസ്റ്റിക് ഡിവിഷൻ, പിന്നെ ട്രെയിനിങ് ഡിവിഷൻ. ഇതാണ് മെയിനായിട്ടുള്ള 4 ഡിവിഷൻസ്. CSOക്ക് ഒരു ഇൻഡസ്ട്രിയൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസ് ഉണ്ട്. അതിൻ്റെ റെസ്പോൺസിബിലിറ്റി എന്ന് വെച്ചാൽ കോർഡിനേഷൻ ഓഫ് സ്റ്റാറ്റിസ്റ്റിക്കൽ ആക്ടിവിറ്റി. നമ്മുടെ രാജ്യത്തുള്ള എല്ലാ സ്റ്റാറ്റിസ്റ്റിക്കൽ ആക്ടിവിറ്റീസിൻ്റെയും കോർഡിനേഷൻ നടത്തുന്നത് ഈ ഇൻഡസ്ട്രിയൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസാണ്. പിന്നെ ഇതിൻ്റെ മെയിനായിട്ടുള്ള ആക്ടിവിറ്റീസ് ഇൻക്ലൂഡ് ചെയ്യുന്നത്
നാഷണൽ ഇൻകം അക്കൗണ്ടിംഗ് ആണ്, നമ്മുടെ രാജ്യത്തുള്ള വരുമാനത്തിൻ്റെ അക്കൗണ്ടിംഗ് ഒക്കെ രേഖപ്പെടുത്താൻ. പിന്നെ കണ്ടക്ട് ഓഫ് ആനുവൽ സർവേ ഓഫ് ഇൻഡസ്ട്രീസ്, പിന്നെ എക്കണോമിക് സെൻസസ് ആൻഡ് ഇസ് ഫോളോ അപ്പ് സർവേസ്, അതായിട്ട് ബേസ് ചെയ്തിട്ടുള്ള എന്ത് സർവേയും, അതേപോലെ ജെൻഡർ സ്റ്റാറ്റിസ്റ്റിക്സ്, അതേപോലെ ഇമ്പാർട്ടിംഗ് ട്രെയിനിങ് ഓൺ ഒഫീഷ്യൽ സ്റ്റാറ്റിസ്റ്റിക്, വർക്ക് റിലേറ്റിംഗ് ടു ട്രേഡ്, എനർജി, കൺസ്ട്രക്ഷൻ ആൻഡ് എൻവയോൺമെൻറ്റ് സ്റ്റാറ്റിസ്റ്റിക്സ് എക്സെട്ര. ഇതൊക്കെയാണ് CSOൻ്റെ മേജർ ഫങ്ഷൻസ്. നാഷണൽ സാമ്പിൾ സർവേ ഓർഗനൈസേഷൻ, അതായത് NSSO. NSSO എന്ന് വെച്ചാൽ ഒരു ഓർഗനൈസേഷനാണ്. അതൊരു സ്റ്റിയറിംഗ് കമ്മിറ്റീൻ്റെ അണ്ടറിലാണ് വർക്ക് ചെയ്യുന്നത്. സ്റ്റിയറിംഗ് കമ്മിറ്റി എന്ന് വെച്ചാൽ എന്താ? ഒരു കമ്മിറ്റി, നമ്മളൊരു ബിസിനസ് ഓർഗനൈസേഷനിൽ നടക്കുന്ന ഒരു കമ്മിറ്റിയാണ്. അതായത് ആ ഓർഗനൈസേഷൻ്റെ റൂൾസും എല്ലാ ഓർഡേഴ്സും ഒബേ ചെയ്തുകൊണ്ട് ഉള്ള അവരുടേതായൊരു കമ്മിറ്റി. ആ കമ്മിറ്റീനെയാണ് നമ്മൾ സ്റ്റിയറിംഗ് കമ്മിറ്റി എന്ന് പറയാം. പിന്നെ ഇതിൽ മാറ്റർ ഓഫ് കളക്ഷൻ വരും, പ്രോസസ്സിങ് ആൻഡ് പബ്ലിക്കേഷൻ ഓഫ് NSSO ഡാറ്റ, ഇതെല്ലാം ഇതിൻ്റെ അകത്ത് ഉൾപ്പെടുന്നുണ്ട്. അതേപോലെ നമ്മളെ നോൺ ഒഫീഷ്യൽ ചെയർമാനെ കൂടാതെ ഈ സ്റ്റിയറിംഗ് കമ്മിറ്റിയിൽ വേറെ ചില അംഗങ്ങളുണ്ട്. അക്കാഡമീഷ്യൻസ് ഉണ്ട്, ഡാറ്റ യൂസേഴ്സ് ഉണ്ട്, അത് സെൻട്രലിൻ്റെയും സ്റ്റേറ്റ് ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നുണ്ടാവും. അതേപോലെ മിനിസ്ട്രിയിൽ നിന്ന് സീനിയർ ഓഫീസേഴ്സ് ഉണ്ട്. പിന്നെ നമ്മുടെ NSSOൻ്റെ ഹെഡ് എന്ന് പറഞ്ഞത് ഡയറക്ടർ ജനറലും ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറുമാണ്. ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് എക്കണോമിക് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ്. സ്റ്റാറ്റിസ്റ്റിക് ഈസ് എ പാർട്ട് ഓഫ് പാർസൽ ഓഫ് എക്കണോമിക്സ്. അതായത് നമ്മളെ എക്കണോമിക്സിലെ ഒരു മേജർ പാർട്ട് തന്നെയാണ് സ്റ്റാറ്റിസ്റ്റിക്സ്. അതായത് ഇപ്പോൾ നമ്മുടെ എക്കണോമിയിൽ ഏതൊരു കാര്യം എടുക്കുകയാണെങ്കിലും നമ്മൾ സ്റ്റാറ്റ് യൂസ് ചെയ്തിട്ട് തന്നെയാണ് ഇത്രയും കാലം മുന്നോട്ട് പോയിരുന്നത്. അതായത് ഇപ്പോൾ അനാലിസിസ് ഓഫ് വേരിയേഷൻ ഓഫ് പ്രൈസ്, അതായത് എന്തെങ്കിലും ഒരു പ്രൊഡക്റ്റിൻ്റെ വേരിയേഷൻ വന്നാലോ, അല്ലെങ്കിൽ ഒരു പെട്ടെന്നൊരു വേരിയേഷൻ വരുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് സ്റ്റാറ്റിസ്റ്റിക് യൂസ് ചെയ്തിട്ടാണ്. അതേപോലെ ഡിമാൻഡ് ആൻഡ് പ്രൊഡക്ഷൻ ആർ ഹെൽപ്ഫുൾ ടു ബിസിനസ് ആൻഡ് എക്കണോമിക്സ്. പിന്നെ കോസ്റ്റ് ഓഫ് ലിവിങ് ഇൻഡെക്സ് നമ്പേഴ്സ്, എക്കണോമിക് പ്ലാനിങ്ങിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് കോസ്റ്റ് ഓഫ് ലിവിങ് ഇൻഡെക്സ് നമ്പേഴ്സ്. അതേപോലെ ഫിക്സേഷൻ ഓഫ് വേജസ്, ഓരോരുത്തരുടെയും വേജ് നമ്മൾ ഫിക്സ് ചെയ്യുന്നുണ്ട്. നമ്മുടെ രാജ്യത്തെ എല്ലാ ഗവൺമെൻറ് ഉദ്യോഗസ്ഥരുടെയും. അതേപോലെ യൂസ് ടു എസ്റ്റിമേറ്റ് ദ വാല്യൂ ഓഫ് മണി, നമ്മുടെ പൈസയുടെ മൂല്യത്തെ നമ്മൾ എസ്റ്റിമേറ്റ് ചെയ്യുന്നത് സ്റ്റാറ്റിസ്റ്റിക്സ് യൂസ് ചെയ്തിട്ടാണ്. എ ഗവൺമെൻറ് അഡ്മിനിസ്ട്രേറ്റീവ് സിസ്റ്റം ഈസ് ഫുള്ളി ഡിപ്പെൻഡൻ്റ് ഓൺ പ്രൊഡക്ഷൻ സ്റ്റാറ്റിസ്റ്റിക്സ്, ഇൻകം സ്റ്റാറ്റിസ്റ്റിക്സ്, ലേബർ സ്റ്റാറ്റിസ്റ്റിക്സ്, എക്കണോമിക് ഇൻഡിസസ് ഓഫ് കോസ്റ്റ്, പ്രൈസ് എക്സെട്ര. അതായത് നമ്മുടെ അഡ്മിനിസ്ട്രേറ്റീവ് സിസ്റ്റം ഒരു ഇതിൻ്റെ പ്രൊഡക്ഷന് അല്ലെങ്കിൽ ഇൻകം, ലേബർ, എക്കണോമിക് ഇൻഡിസസ്, കോസ്റ്റ്, പ്രൈസ്, ഇതിനെല്ലാം ഫുള്ളി ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ജീവിക്കുന്നത്. എക്കണോമിക് പ്ലാനിങ് ഓഫ് എനി നാച്ചർ ഈസ് എൻറ്റയർലി ബേസ്ഡ് ഓൺ സ്റ്റാറ്റിസ്റ്റിക്കൽ ഫാക്ട്സ്. അതായത് എക്കണോമിക് പ്ലാനിങ് ഏത് രീതിയിൽ നടത്തണമെങ്കിലും അതിൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഫാക്റ്റ് ഇല്ലാതെ പറ്റില്ല എന്നാണ് പറയുന്നത്.